ഇടുക്കി കല്ലാർ വാലി കാടമം എസ്റ്റേറ്റിൽ സംഘർഷം 3 തൊഴിലാളികൾക്ക് വെട്ടേറ്റു. മാനേജ്മെന്റുകൾ തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഒരാളുടെ നില ഗുരുതരമാണ്. രാവിലെ 10:30 സംഭവം. എസ്റ്റേറ്റിലെ സ്ഥിരം തൊഴിലാളികളെ ലീസിനെടുത്ത മാനേജ്മെന്റ് 1.5 വർഷം മുമ്പ് പിരിച്ചുവിട്ടിരുന്നു. കഴിഞ്ഞ 1.5 വർഷമായി തൊഴിലാളികൾ ആനുകൂല്യങ്ങൾക്കായി കയറിയിറങ്ങുകയാണ്. ഗ്രാറ്റുവിറ്റി, ബോണസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ ചോദിക്കുന്നതിനാണ് കൂട്ടമായി തൊഴിലാളികൾ ഇന്ന് രാവിലെ എസ്റ്റേറ്റിലെത്തിയത്. ആന്ധ്ര സ്വദേശികളുടെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ട ആളുകളും തൊഴിലാളികൾക്കൊപ്പമുണ്ടായിരുന്നു. എസ്റ്റേറ്റിനുള്ളിൽ കയറിയ തൊഴിലാളികളും കട്ടപ്പന സ്വദേശിയുടെ ജീവനക്കാരുമുണ്ടായ വാക്കുതർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. തുടർന്ന് എസ്റ്റേറ്റ് ബംഗ്ലാവിന്റെ ചില്ലുകൾ തൊഴിലാളികൾ എറിഞ്ഞുടച്ചു. എസ്റ്റേറ്റിനുള്ളിൽ ഉണ്ടായിരുന്ന സംഘം പിന്നീട് പുറത്തിറങ്ങി തൊഴിലാളികളെ വടിവാളിന് വെട്ടി. നിരവധി തൊഴിലാളികൾക്കും ആന്ധ്ര സ്വദേശികളായ മാനേജ്മെന്റ് സംഘത്തിനും പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മറ്റുള്ളവർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഘർഷമുണ്ടായ സമയത്ത് പോലീസ് സ്ഥലത്തുണ്ടായിരുന്നില്ല. പിന്നീട് അടിമാലി പോലീസ് എത്തി 2 പേരെ പിടികൂടി. കഴിഞ്ഞ 1.5 വർഷമായി 60ഓളം വരുന്ന തൊഴിലാളികൾക്ക് ജോലിയില്ലാത്ത അവസ്ഥയായിരുന്നു. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പഴയ ഈ ഒറിജിനൽ മുതലാളിമാർ ഈ പേപ്പർ കൊടുക്കാൻ വേണ്ടി ബംഗ്ലാവിലേക്ക് കയറി ചെന്നപ്പോൾ ആൾക്കാർ അവന്മാർ ഇവിടെ ഉണ്ടായിരുന്നു ലീസിനെടുത്തവന്മാർ വടിവാളും ഹെൽമെറ്റൊക്കെ തലയിൽ വെച്ചുകൊണ്ട് വടിവാളും ഒക്കെ ആയിട്ട് വെട്ടി എല്ലാത്തിനെയും താഴത്തേക്ക് ഇറക്കി വിടുകയാണ്. ഭയങ്കര ഗുണ്ടായുസമായിരുന്നു. ഇവന്മാർ വന്ന പിന്നെ ഭയങ്കര ഗുണ്ടായുസമായിരുന്നു അത് ചെയ്യുന്ന വളരെ ഒരു പെർമനന്റുകാർക്ക് ഇവിടെ പെർമനന്റ് തൊഴിലാളിക്ക് പണി കൊടുക്കുകയല്ല, ഒരു കുടിവെള്ളം ഉണ്ടാക്കി തരികയല്ല, ഒരു വഴി സൗകര്യം ഉണ്ടാക്കി തരികയല്ല. ഞങ്ങൾ ഈ കാട്ടിനകത്തേക്ക് കയറാൻ ഇവന്മാർ സമ്മതിക്കാം. അവന്മാർ കുറേ ഹിന്ദിക്കാരെ വെച്ച് ഓരോ പണികൾ ചെയ്യുന്നു, എല്ലാ പരിപാടികളും ചെയ്യുന്നു. ആന്ധ്രാപ്രദേശ് സ്വദേശികളായ എസ്റ്റേറ്റ് ഉടമസ്ഥരും എസ്റ്റേറ്റ് ലീസിനെടുത്ത കട്ടപ്പന സ്വദേശികളും തമ്മിലുള്ള കേസ് ഹൈക്കോടതിയിൽ തുടരുകയാണ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.